പട്ടിണി കിടന്നു കഴിഞ്ഞാൽ ക്യാൻസർ മാറും ഇങ്ങനെ കരുതുന്നുണ്ടോ നിങ്ങള്? ഒരിക്കലുമില്ല. കാരണം നമ്മളെ ശരീരത്തിന്റെ പ്രതിരോധം കുറയുകയും അതുവഴി നിങ്ങൾ മരണപ്പെടാനുള്ള ചാൻസേ ഉള്ളൂ. അതുപോലെ തന്നെ ഷുഗർ എടുക്കുന്നില്ല, ഗ്ലൂക്കോസ് ഒഴിവാക്കുന്നു. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാലും ക്യാൻസർ കോശങ്ങൾ മാത്രമല്ല, നമ്മുടെ ശരീരത്തിലെ എല്ലാ കോശങ്ങൾക്കും ഗ്ലൂക്കോസ് വേണം. അതെത്താതെ നിങ്ങൾ മരണപ്പെടും. ഈ രീതിയിൽ ഫിഗ് കഴിക്കുക, അല്ലെങ്കിൽ മഞ്ഞൾ കഴിക്കുക, എന്തോ അത്ഭുത പ്രവർത്തനം നടക്കും, ക്യാൻസർ അങ്ങ് ഇല്ലാതാവുന്ന നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് വലിയ മണ്ടത്തരാണ്. നിങ്ങൾക്ക് പ്രതിരോധം കൂട്ടാൻ വേണ്ടി അത് ഹെൽപ്പ് ചെയ്യുന്നു മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ പ്രോട്ടീൻ കഴിക്കാൻ പാടില്ല. ഇങ്ങനെ ഒട്ടനവധി തെറ്റിദ്ധാരണകള് ക്യാൻസർ പേഷ്യന്റിൽ കാണുന്നുണ്ട്. പിന്നെ നിങ്ങൾ എന്താ കഴിക്കേണ്ടത്? വളരെ കൃത്യമായിട്ടുള്ള ബാലൻസ്ഡ് ഡയറ്റ്, അതിൽ കാർബോഹൈഡ്രേറ്റും പ്രോട്ടീനും ഫാറ്റൊക്കെ അടങ്ങിയിട്ടുള്ളത് വേണം. എന്നാൽ മാത്രമേ ഉള്ളൂ പ്രതിരോധം കൂട്ടാൻ പറ്റുക. ക്യാൻസർ എന്ന് പറഞ്ഞാൽ പട്ടിണി കടന്ന് സ്വയം നിങ്ങളെ കൊല്ലരുത്. അതിന് പകരം നല്ല ഭക്ഷണം കഴിച്ച് കൂടുതൽ ന്യൂട്രീഷൻ ഉണ്ടാക്കി നിങ്ങളുടെ പ്രതിരോധത്തിന് കൂട്ടാണ് വേണ്ടത്. ഈ വീഡിയോ ഇങ്ങനെ അബദ്ധം പറഞ്ഞു കൊടുക്കുന്ന പല ആളുകളും ഉണ്ട്, പല രോഗികളും ഉണ്ട്. അവർക്കൊക്കെ വേണ്ടി നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക.